Dear students, welcome to Learner's World. In this video, I'm going to talk about Repeat Out by Peter Weir, FIUGP English Language Skill for Humanities and Other BA program, first semester at Calcutta University. Peter Weir is an Australian film director. He has 6 Academy Award nominations to his credit and was awarded the Academy Honorary Award in 2022 for Lifetime Achievement. The movie Dead Poets Society, directed by Peter Weir. പീറ്റർ വെയർ ഒരു ഓസ്ട്രേലിയൻ ഫിലിം ഡയറക്ടറാണ്. അദ്ദേഹത്തിന് 6 അക്കാഡമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 2022 ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഡെഡ് പോയറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പീറ്റർ വെയർ ആണ്. ഇവിടുത്തെ മൂവി ഡെഡ് പോയറ്റ് സൊസൈറ്റി is a coming of age drama film directed by Peter Weir and written by Schulman. അപ്പോൾ ഈ ഒരു മൂവി ഡെഡ് പോയറ്റ് സൊസൈറ്റി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പീറ്റർ വെയർ ആണ്, റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഷൂൾമാൻ ആണ്. കെയിം ഔട്ട് ഇൻ ദ ഇയർ 1989 ഇത് പുറത്തിറങ്ങിയത്. ദ മൂവി സെറ്റ് ഇൻ ദ ഇയർ 1959 അറ്റ് ദ ഫിക്ഷണൽ വെൽട്ടൺ അക്കാഡമി, ട്രഡീഷണലി ബോയ്സ് സ്കൂൾ ഇൻ വെർമൻറ്റ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് 1959 ഒരു ബോയ്സ് സ്കൂളിലാണ്, ഒരു ട്രഡീഷണലി ബോയ്സ് സ്കൂളിലാണ് വെർമൻറ്റിലുള്ള. The film follows a group of students as they meet their new English teacher, John Keating. അപ്പോൾ ഈ ഒരു ഫിലിമിൽ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അവരവരുടെ പുതിയ ഇംഗ്ലീഷ് ടീച്ചറെ മീറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ കീറ്റിംഗ് ആണ്. ഇറ്റ് ടെൽസ് എ സ്റ്റോറി ഓഫ് എൻ ഇംഗ്ലീഷ് ടീച്ചർ ഹു ഇൻസ്പയർസ് ഹിസ് സ്റ്റുഡൻസ് അറ്റ് എ പ്രസ്റ്റീജിയസ് ന്യൂ ഇംഗ്ലണ്ട് ബോർഡിംഗ് സ്കൂൾ. അപ്പോൾ ഇതിൽ പറയുന്നത്, ഈ ഒരു മൂവിയിൽ പറയുന്നത് ഒരു ഇംഗ്ലീഷ് ടീച്ചറെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ കീറ്റിംഗ് ആണ്. അദ്ദേഹം ഒരുപാട് സ്റ്റുഡൻസിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഈ ന്യൂ ഇംഗ്ലണ്ട് ബോർഡിംഗ് സ്കൂളിലുള്ള. Keating uses unorthodox methods to encourage his students to think for themselves. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ബോയ്സ് സ്കൂളാണ് ഈ പുതിയ ടീച്ചർ എത്തിപ്പെടുന്നത്. അപ്പോൾ കീറ്റിംഗ് തൻ്റെ അൺഓർത്തഡോക്സ് മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യാണ്, സ്വന്തമായിട്ട് തിങ്ക് ചെയ്യാൻ, ചിന്തിക്കാനും അതുപോലെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ലിവ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് ആൻഡ് കാർപ്പീഡിയം സിസ് ഡെത്ത്. അതായത് ഈ ഒരു ജോൺ കീറ്റിംഗ് കുട്ടികളെ എൻകറേജ് ചെയ്യുന്നത് കാർപ്പീഡിയമാണ്, അതായത് സീസ് ഡെത്ത്. അതായത് ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യുക, ലൈഫിൻ്റെ ഫുള്ളസ്റ്റ് എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി. കീറ്റിംഗ് ഇൻസ്പയർസ് ദം ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി ആൻഡ് ഡിസ്കവർ ദെയർ ഓൺ പാത്ത് ഇൻ ലൈഫ്. കീറ്റിംഗ് കുട്ടികളെ, സ്റ്റുഡൻസിനെ ഇൻസ്പയർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിലുള്ള ഓരോ ഓപ്പർച്യൂണിറ്റിയും നമ്മൾ കണ്ടെത്തുക, നമ്മുടെ ജീവിതത്തിലെ പാത നമ്മൾ തന്നെ കണ്ടെത്തുക. ദ ഫിലിം explores the theme of inspiration, the potential of words and actions to move people, and the capacity for young people to find themselves and flourish. ഈ ഒരു ഫിലിം എക്സ്പ്ലോർ ചെയ്യുന്ന തീം എന്ന് പറയുന്നത് ഇൻസ്പിറേഷനാണ്. അതുപോലെ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ആളുകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ യങ് പീപ്പിൾ സ്വന്തമായിട്ട് തൻ്റെ ജീവിതത്തിലെ പാത തിരഞ്ഞെടുക്കുക, അതായത് ഓരോ കാര്യങ്ങളും സ്വന്തമായിട്ട് ചിന്തിച്ച് കണ്ടെത്തുക. ദ ഫിലിം വൺ ദ BAFTA Award for Best Film and the César Award for Best Foreign Film. The part prescribed for study in a 6-minute excerpt from the movie popularly known as the Repeat Out scene. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെഡ് പോയറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിലുള്ള ഒരു പാർട്ടാണ്, ഒരു സീനാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ള റിപ്പീറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. ഒരു 6 മിനിറ്റ് എക്സെപ്റ്റ് ആണ്. എക്സെപ്റ്റ് മീൻസ് ഒരു 6 മിനിറ്റിലുള്ള ഒരു സീന് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഡെഡ് പോയറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലെ റിപ്പീറ്റ് ഔട്ട് സമ്മറി. The Repeat Out scene has been one of the most popular scene from the movie Dead Poets Society. അപ്പോൾ ഡെഡ് പോയറ്റ് സൊസൈറ്റിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു സീനാണ് റിപ്പീറ്റ് ഔട്ട് എന്ന് പറയുന്നത്. റിപ്പീറ്റ് ഔട്ട് എന്നുള്ളതിൻ്റെ മീനിങ് ടിയർ ഓഫ് എന്നാണ്, അതായത് കീർക്കളയ എന്നുള്ള മീനിങ് ആണ്. ഇൻ ദിസ് പാർട്ട് ദ ടീച്ചർ ഈസ് സീൻ ടു യൂസ് ഹിസ് സ്പീക്കിംഗ് സ്കിൽസ് ആൻഡ് ഹിസ് ഇന്നേറ്റ് ചാം ടു എക്സ്പ്ലെയിൻ ടു ഹിസ് ലേണേഴ്സ് വൈ ദ ഹ്യൂമൻ റേസ് നീഡ്സ് ടു റീഡ് ആൻഡ് റൈറ്റ് പോയട്രി.
അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ ഈ ഒരു സീനിൽ ടീച്ചർ ജോൺ കീറ്റിംഗ് തൻ്റെ സ്റ്റുഡൻസിനോട് അദ്ദേഹത്തിൻ്റെ സ്പീക്കിംഗ് സ്കില്ല് സ്റ്റുഡൻസിന് മുമ്പിൽ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹ്യൂമൻ റൈസ്, അതായത് ഹ്യൂമൻ ബീയിങ് പോയട്രി റീഡ് ചെയ്യുന്നതിൻ്റെയും റൈറ്റ് ചെയ്യുന്നതിൻ്റെയും ആവശ്യകതയെക്കുറിച്ചിട്ട് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. The learners are already imprisoned in the prisons of their ambitions that would take them through the paths of medical and engineering schools. All other career options are considered useless. അപ്പോൾ ഈ ഒരു ബോയ്സ് സ്കൂളിലെ കുട്ടികൾ വളരെ ട്രഡീഷണലായിട്ട് മുന്നോട്ട് പോകുന്ന ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്. അവിടുത്തെ കുട്ടികൾ ഓൾറെഡി അവരെ അംബീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് ഇംപ്രിസൺ ഇൻ ദ പ്രസൻസ് ഓഫ് ദെയർ അംബീഷൻ, അവരുടെ ആ ഒരു അംബീഷനിൽ അവർ അങ്ങനെ അടക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഈ ഒരു മെഡിക്കൽ അതുപോലെ എൻജിനീയറിങ് ഈ ഒരു 2 ഓപ്ഷൻസാണ് അവരുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിലുള്ളത്. ബാക്കിയുള്ള കരിയർ ഓപ്ഷൻസൊക്കെ അവർ യൂസ്ലെസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദ ലേണേഴ്സ് ആർ ഫോഴ്സ്ഡ് ടു സ്റ്റഡി പോയട്രി ഓൺലി ആസ് ഇറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ കരിക്കുലം ആൻഡ് ദേ ആർ പ്രിപ്പയർഡ് ടു ജസ്റ്റ് ത്രൂ ഇറ്റ്. ലേണേഴ്സ്, അപ്പോൾ ഈ കുട്ടികൾ, ഈ സ്റ്റുഡൻസ്, ഈ പഠിതാക്കൾ ഈ ഒരു പോയട്രിയൊക്കെ പഠിക്കുന്നത് അവരെ ഫോഴ്സ് ചെയ്ത രീതിയിലാണ്. കാരണം ഇത് കരിക്കുലത്തിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒന്നാണ് പോയട്രി. അത് അവരുടെ അംബീഷനുമായിട്ടൊരു ബന്ധമില്ല. അവർ എൻജിനീയറിങ്ങിനും മെഡിക്കലിനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവരുടെ അംബീഷനുമായിട്ട് ബന്ധമില്ല. അപ്പോൾ വളരെ ഫോഴ്സ്ഫുള്ളിയാണ് അവർ ഈ ഒരു പോയട്രിയൊക്കെ പഠിക്കുന്നത്. The short but powerful monologue rendered by the new teacher has a visible effect on the learners. വളരെ ഷോർട്ടായിട്ടുള്ള പക്ഷേ പവർഫുൾ ആയിട്ടുള്ള മോണലോഗാണ് ഈ ഒരു പുതിയ ടീച്ചർ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് ലേണേഴ്സിന് വളരെയധികം ഒരു വിസിബിളായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ദ ന്യൂലി അപ്പോയിൻറ്റഡ് ഇംഗ്ലീഷ് ടീച്ചർ മിസ്റ്റർ ജോൺ കീറ്റിംഗ് ആസ്ക്ഡ് ദ ലേണേഴ്സ് ടു റിപ്പ് ഓഫ് എ പേജ് ഫ്രം ദെയർ ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് ഈസ് ഫുൾ ഓഫ് അക്കാഡമിക് ജാർഗൺ ഓൺ ദ ഹിസ്റ്ററി ആൻഡ് ടെക്നിക്കാലിറ്റി ഓഫ് പോയട്രി. അപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ടീച്ചർ മിസ്റ്റർ ജോൺ കീറ്റിംഗ് കുട്ടികളോട് പറയാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പേജ് കീറിക്കളയാൻ പറയുന്നുണ്ട്. അതിൽ ഫുള്ള് അക്കാഡമിക് ജാർഗൻസും അതുപോലെ പോയട്രീൻ്റെ ടെക്നിക്കാലിറ്റി ഒക്കെയാണ്. അതൊന്നും ആവശ്യമില്ല, അതൊക്കെ കീറിക്കളയാൻ പറയുന്നുണ്ട്. കീറ്റിംഗ് ആസ്ക്ഡ് ലേണർ ടു റീഡ് ഔട്ട് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പോയട്രി ടെക്സ്റ്റ് ടൈറ്റിൽ അണ്ടർസ്റ്റാൻഡിംഗ് പോയട്രി റിട്ടൺ ബൈ ഡോക്ടർ ജെ ഇവാൻസ് പ്രിച്ചാർഡ്. പിന്നീട് കിഡ്സ് കുട്ടികളോട് പറയാണ്, ലേണേഴ്സിനോട് പറയാണ്, ലേണേഴ്സിനോടല്ല, ഒരു കുട്ടിയോട് പറയാണ്, ഒരു ലേണറിനോട് പറയാണ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പോയട്രി ടെക്സ്റ്റ് അത് റീഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിങ്ങനെയാണ് അതിൻ്റെ ടൈറ്റിൽ, അണ്ടർസ്റ്റാൻഡിങ് പോയട്രി. അത് റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ജെ ഇവാൻസ് പ്രിച്ചാർഡാണ്. ദ ആർട്ടിക്കിൾ ടേൺസ് ഔട്ട് ടു ബി എ കോംപ്ലിക്കേറ്റഡ് ഡിസ്കോഴ്സ് ഓൺ മെഷറിംഗ് ദ ഗ്രേറ്റ്നെസ് ഓഫ് എ പോം. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ ഒരു പോയട്രി അണ്ടർസ്റ്റാൻഡിങ് പോയട്രിയിൽ പറയുന്നത് എങ്ങനെ ഒരു പോയത്തിൻ്റെ ഗ്രേറ്റ്നെസ് മെഷർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ദ ലേണർ റീഡ് ഔട്ട് ഹൗ മീറ്റർ, റൈം ആൻഡ് ഫിഗർ ഓഫ് സ്പീച്ച് മാറ്റർ ഇൻ എ പോം ആൻഡ് ദാറ്റ് പെർഫെക്ഷൻ ഓഫ് എ ഫോം ഈസ് എ മെഷർ ഓഫ് എ പോംസ് ഗ്രേറ്റ്നെസ്. അപ്പോൾ ഈ ലേണർ ഇതിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പോയത്തിൻ്റെ ഗ്രേറ്റ്നെസ് മെഷർ ചെയ്യുന്നത് അതിൻ്റെ റെയിം, മീറ്റർ, ഫിഗർ ഓഫ് സ്പീച്ച് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണെന്ന് പറയാണ്. ദ ആർട്ടിക്കിൾ ഗോസ് ഓൺ അബൌട്ട് ഡ്രോയിങ് ഗ്രാഫ്സ് ടു ഇവാലുവേറ്റ് പോയട്രി വിത്ത് റെഫറൻസ് ടു ദ ലെങ്ത് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ പോം. അതായത് പിന്നീട് ഈ ഒരു ആർട്ടിക്കിളിൽ ലേണർ റീഡ് ചെയ്യാണ്, ഒരു ഡ്രോയിങ് ഗ്രാഫിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പോയട്രി ഇവാലുവേറ്റ് ചെയ്യാൻ, അതായത് ആ ഒരു പോയട്രീൻ്റെ ലെങ്ത്ത്, സ്ട്രക്ചർ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടൊരു ഗ്രാഫ് ഡ്രോ ചെയ്യാൻ പറയുന്നുണ്ട്. ആസ് ദ റീഡിങ് ഗോസ് ഓൺ, കീറ്റിംഗ് ഡ്രോസ് എ ഗ്രാഫ് ഗോസ് ഓൺ ദ ബോർഡ് വിച്ച് ദ ലേണർ കോപ്പി ബ്ലാൻഡ്ലി ഇൻ ദ നോട്ട്ബുക്ക്. അപ്പോൾ ഈ ഒരു റീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ലേണർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു ഗ്രാഫ് ബോർഡിൽ വരയ്ക്കുന്നത്. അത് കണ്ടിട്ട് മറ്റുള്ള കുട്ടികൾ, എല്ലാ ലേണേഴ്സും കൂടെ എന്താണ് അത് കോപ്പി ചെയ്യാണ്, അവരുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തിയെടുക്കുകയാണ് ബ്ലൈൻഡ്ലി. ആസ് എ ലേണർ കംപ്ലീറ്റ് റീഡിങ്, കീറ്റിംഗ് ആസ്ക്ഡ് ദം ടു ടിയർ ഓഫ് ദാറ്റ് പേജ് മച്ച് ടു ദെയർ സർപ്രൈസ്. അങ്ങനെ ആ
ലേണർ റീഡിങ്ങൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പുതിയ ടീച്ചർ കീറ്റിംഗ് അവരോട് ആ പേജ് ടിയർ ഓഫ് ചെയ്യാൻ പറയാണ്, കീറിക്കളയാൻ പറയാണ്. അവർക്ക് വളരെയധികം സർപ്രൈസ് ഉണ്ടാക്കി. ആഫ്റ്റർ ദ ഇനീഷ്യൽ എസിറ്റേഷൻ ദേ ബിഗിൻ ടു ടിയർ ദ പേജ് വിത്ത് ഗ്രേറ്റ് ഫിഗർ. അങ്ങനെ തുടക്കത്തിലൊരു മടി ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. പിന്നീട് അവർ ആ പേജ് കീറിക്കളഞ്ഞു, പെട്ടെന്ന് തന്നെ ധൃതിപ്പെട്ട് കീറിക്കളഞ്ഞു. ആസ് ദ റീപ്പിംഗ് ഗോസ് ഓൺ ആൻഡ് ദ ടീച്ചർ എൻറ്റേഴ്സ് ദ ക്ലാസ് ഹിയറിംഗ് ദ കമോഷൻ ഈസ് ഷോക്ക്ഡ് അറ്റ് വാട്ട് ദ ലേണേഴ്സ് ആർ ഡൂയിങ് ബട്ട് ലീവ്സ് വിത്തൗട്ട് സെയിങ് എനിത്തിങ് മച്ച്. അങ്ങനെ അവർ പേജസ് ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വേറൊരു ടീച്ചർ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്തത്. അവരുടെ ആ ഒരു ബഹളം കേട്ടിട്ട്, അതായത് ഒരുപാട് ഇങ്ങനെ പേപ്പേഴ്സ് കീറിക്കളയുന്ന ഒരു ശബ്ദമൊക്കെ കേട്ടിട്ട് വരുന്നത്. അങ്ങനെ ഈ ടീച്ചർ കണ്ടപ്പോൾ അദ്ദേഹം വളരെയധികം ഷോക്ക്ഡായി, ഈ കുട്ടികളിങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ. പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല. Here we can find that the teacher gives the learners a physical task, ripping out the introductory page of their textbook. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ടീച്ചർ ലേണേഴ്സിനെ ഒരു ഫിസിക്കൽ ടാസ്ക് നൽകിയിരിക്കുകയാണ്. അതായത് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ടറി പേജ് റിപ്പിംഗ് ഔട്ട് ചെയ്യുക, അതായത് കീറിക്കളയുക. ആക്ടിങ് ഓൺ സംതിങ് റാദർ ദാൻ ഇനാക്റ്റീവ് ലിസണിങ് ക്യാൻ ഹാവ് എ ഹ്യൂജ് ഇമ്പാക്റ്റ് ഓൺ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഓഡിയൻസ്. ഇവിടെ ടീച്ചർ ഒരു ഫിസിക്കൽ ടാസ്ക്കാണ് നൽകിയിരിക്കുന്നത്. അതായത് ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കുട്ടികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അവിടെ എന്താണ്, അവിടെ ഒരു ഇനാക്റ്റീവായിട്ടുള്ള ഒരു ലിസണിങ് ആണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ടാസ്ക് നൽകിയിരിക്കുകയാണ് ടീച്ചർ കുട്ടിക്ക്. അപ്പോൾ ഇത് കുട്ടികളിൽ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. Keating then tells the learners that they are waging a war where the casualties might be their hearts and souls. പിന്നീട് കീറ്റിംഗ് പറയാണ്, കുട്ടികളോട് പറയാണ്, അതായത് നമ്മളെല്ലാവരും വേജിങ് എ വാർ, ഒരു യുദ്ധത്തിൻ്റെ പോരാട്ടത്തിലാണ്. അവിടെ കാഷ്വാലിറ്റീസ് മീൻസ് അതായത് യുദ്ധത്തിൽ മരണപ്പെട്ടവരുണ്ടാവും, പരിക്കേറ്റവരുണ്ടാവും. ഇവരൊക്കെ എന്താണ്, അതായത് അവരുടെ ഹാർട്ട്സ് ആൻഡ് സോൾസ് ആണെന്ന് പറയുകയാണ്. ദിസ് വാർ ഈസ് അഗെയിൻസ്റ്റ് ദോസ് പീപ്പിൾ ഹു ട്രൈ ടു സ്റ്റെറിലൈസ് പോയട്രി ബൈ ഗിവിംഗ് വേസ് ടു മെഷർ ദ ഗ്രേറ്റ്നെസ് ഓഫ് എ പോം. ഈ ഒരു വാറ് ആർക്കെതിരെയാണ് നടത്തുന്നത്? അതായത് ചില ആളുകളുണ്ട് പോയട്രീനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന, അതായത് ശുദ്ധീകരിക്കുന്ന, അതായത് പോയറ്റിനെ ജീവനില്ലാതാക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ പോയറ്റിൻ്റെ ഗ്രേറ്റ്നെസ് അളക്കുന്നത് അവർ ഈ ഒരു മീറ്റർ, റൈം ഇതൊക്കെ വെച്ചിട്ട് ആണ് ഒരു പോയറ്റിൻ്റെ ഗ്രേറ്റ്നെസ് അളക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് എതിരാണ് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. He goes on to say that in his poetry classes learners will learn to think for themselves again and savor words and language. അദ്ദേഹം പിന്നീട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പോയട്രി ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ, അദ്ദേഹത്തിൻ്റെ ലേണേഴ്സ് അവർ സ്വന്തമായിട്ട് ചിന്തിക്കുകയും അതുപോലെ അവർ സേവ് വേർഡ്സ് ആൻഡ് ലാംഗ്വേജ്, അതായത് വേർഡ്സ്, വാക്കുകളും ഭാഷയും ഒക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ്. ഹി ആസ്ഡ് ദാറ്റ് വേർഡ്സ് ആൻഡ് ഐഡിയാസ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അദ്ദേഹം പിന്നീട് പരാമർശിച്ച ഒരു കാര്യമാണ്, വേർഡ്സ് ആൻഡ് ഐഡിയാസ് ലോകത്തെ തന്നെ മാറ്റാൻ സാധിക്കും, വാക്കുകൾക്കും ആശയങ്ങൾക്കും. At this point, he realizes that some of the learners are doubtful of his assertion. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം റിയലൈസ് ചെയ്തു, ചില കുട്ടികൾക്ക് എൻ്റെ അസേർഷൻ, അതായത് എൻ്റെ പ്രസ്താവന അവർക്ക് സംശയം ഉളവാക്കുന്നതാണ്, അവർക്ക് ഡൗട്ട്ഫുൾ ആണെന്ന് പറയണം. He reads their mind thinking that 19th century literature has nothing to do with going to medical school or business school. അദ്ദേഹം പിന്നീട് ആ കുട്ടികളുടെ മൈൻഡ് റീഡ് ചെയ്യാണ്. അതായത് അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഈ 19th സെഞ്ച്വറിയിലെ ലിറ്ററേച്ചർ, 19th സെഞ്ച്വറിയിലെ സാഹിത്യം, അതായത് അവരുടെ അംബീഷൻ മെഡിക്കൽ ആൻഡ് എൻജിനീയറിംഗ് ഫീൽഡാണ്. അപ്പോൾ അതിനൊന്നും ഹെൽപ്പ് ചെയ്യൂല, അതിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ലേണേഴ്സ് സിറ്റിംഗ് ഇൻ ദ ക്ലാസ് കൺസിഡർ പോയട്രി ആസ് ജസ്റ്റ് സംതിങ് ദേ ആർ ഫോഴ്സ്ഡ് ടു ലേൺ പാർട്ട് ഓഫ് ദ കരിക്കുലം ആൻഡ് ദെയർ പ്ലാൻ ഈസ് ജസ്റ്റ് ലേണിംഗ് ദ റൈംസ് ആൻഡ് ഗോ ഓൺ ക്വൈറ്റ്ലി അബൌട്ട് ദ ബിസിനസ് ഓഫ് അച്ചീവിങ് അതർ അംബിഷൻസ്. ക്ലാസ്സിൽ ഭൂരിപക്ഷം കുട്ടികളും ലേണേഴ്സും അവർ പോയട്രി പഠിക്കുന്നത് ഫോഴ്സ്ഫുള്ളിയാണ്. കാരണം അത് അവരുടെ കരിക്കുലത്തിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഫോഴ്സ്ഫുള്ളിയാണ് അവർ ലേൺ ചെയ്യുന്നത്. പക്ഷേ അവർ അതിന് ശേഷം
ഈ റൈംസും ഇതൊക്കെ ലേൺ ചെയ്തതിന് ശേഷം അവർ പോകുന്നത് അവരുടെ അംബിഷൻസ്, അതായത് എൻജിനീയറിങ്, മെഡിക്കൽ ഇങ്ങനെയുള്ള അംബിഷൻസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ അക്നോളജ് ദാറ്റ് ദ അതർ നോബൽ പർസ്യൂട്ട്സ് ലൈക്ക് മെഡിസിൻ ആൻഡ് എൻജിനീയറിങ് ആർ എസെൻഷ്യൽ ഫോർ സസ്റ്റെയിനിങ് ലൈഫ്, ബട്ട് പോയട്രി, ബ്യൂട്ടി, റൊമാൻസ് ആൻഡ് ലവ് ആർ ദ ക്വാളിറ്റീസ് ഫോർ വിച്ച് വി സ്റ്റേ അലൈവ്. അദ്ദേഹം പിന്നീട് നമ്മളോട് പറയാണ്, അതായത് മെഡിസിൻ, എൻജിനീയറിങ് ഒക്കെ നമ്മുടെ ജീവിതത്തിലൊരു അത്യന്താപേക്ഷിതമായിട്ടുള്ള നമ്മളെ ലൈഫിനെ നിലനിർത്താനുള്ള ഒരു എസെൻഷ്യലായിട്ടുള്ള ഘടകങ്ങളാണ്. പക്ഷേ പോയട്രി എന്ന് പറഞ്ഞാൽ, പോയട്രി, ബ്യൂട്ടി, റൊമാൻസ്, ലവ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ജീവിക്കാൻ, അല്ലെ നമ്മളെ ജീവൻ നിലനിർത്താനുള്ള ഒരു ക്വാളിറ്റീസാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കിറ്റിംഗ് ഗ്രേസ്ഫുള്ളി ആൻഡ് എഫേർട്ട്ലെസ്ലി സക്സീഡ് ഇൻ ഗിവിംഗ് ഹിസ് ലേണേഴ്സ് എ ന്യൂ പെർസ്പെക്റ്റീവ് ഓൺ ലൈഫ്, പോയട്രി ആൻഡ് ഐഡൻറ്റിറ്റി. ജോൺ കിറ്റിംഗ് വളരെ എഫേർട്ട്ലെസ്ലി അദ്ദേഹം സക്സീഡ് ചെയ്തിട്ടുണ്ട് തൻ്റെ ലേണേഴ്സിന് ഒരു പുതിയ കാഴ്ചപ്പാട് ലൈഫിനെ കുറിച്ചിട്ടും പോയട്രിനെ കുറിച്ചിട്ടും ഐഡൻറ്റിറ്റിനെ കുറിച്ചിട്ടൊക്കെ നൽകുന്നതിൽ അദ്ദേഹം സക്സീഡ് ആയിട്ടുണ്ട്. ദ എക്സെപ്റ്റ് ഫ്രം ദ മൂവി ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ദ എഫക്റ്റീവ്നെസ് ഓഫ് എ ഗുഡ് സ്പീക്കർ. അപ്പോൾ ഈ ഒരു എക്സെപ്റ്റ്, റിപ്പീറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സെപ്റ്റ്, ഈ ഒരു മൂവിയിലെ എക്സെപ്റ്റ് ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഒരു ഗുഡ് സ്പീക്കറുടെ എഫക്റ്റീവ്നെസ് എങ്ങനെയായിരിക്കും, ഒരു എഫക്റ്റീവായിട്ടുള്ള ഗുഡ് സ്പീക്കർ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ദ ടീച്ചർ മേക്സ് എ ലേണേഴ്സ് ടിയർ ഔട്ട് എ പേജ് ഫ്രം ദെയർ ടെക്സ്റ്റ് ബുക്ക് ബിക്കോസ് ഹി വാണ്ട്സ് ടു മേക്ക് ദം തിങ്ക് ഫോർ ദംസെൽസ് റാദർ ദാൻ ബ്ലൈൻഡ്ലി ഫോളോയിങ് എ ടെക്സ്റ്റ്. അതായത് ഇതിൽ ടീച്ചർ കുട്ടികൾക്ക് ലേണേഴ്സിന് നൽകുന്ന ഒരു ഫിസിക്കൽ ടാസ്ക് എന്ന് പറയുന്നത് പേജുകൾ കീറിക്കളയുക ടെക്സ്റ്റ് ബുക്കിൽ. അദ്ദേഹം ഇതിൽ നിന്ന് കുട്ടികളെ സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് കണ്ടെത്താനും അവരുടെ ലൈഫിലെ പാത്ത്, അതായത് അവരുടെ ജീവിതത്തിലെ പാത സ്വയം തിരഞ്ഞെടുക്കാനും, അല്ലാതെ ടെക്സ്റ്റിനെ മാത്രം ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യരുത് എന്നുള്ള ഒരു ആശയമാണ് അദ്ദേഹം ഇതിൽ നൽകുന്നത്. The teacher wants his learners to understand that poetry is not just a meter and rhyme, but it is a sense of life. പിന്നീട് ടീച്ചർ ലേണേഴ്സിനോട് പറയുന്നത് പോയട്രി എന്ന് പറയുന്നത് വെറും മീറ്ററും റൈമും ഫിഗർ ഓഫ് സ്പീച്ചും മാത്രമല്ല, ഇത് ലൈഫിൻ്റെ, ജീവിതത്തിൻ്റെ തന്നെ ഒരു എസെൻസാണ്. ദിസ് ബ്രിങ്സ് ഔട്ട് ദ മോർ സിഗ്നിഫിക്കൻറ്റ് ഐഡിയ ദാറ്റ് എവറിത്തിങ് ഇൻ ലൈഫ് കാനോട്ട് ബി പ്രീ പ്ലാൻഡ് ആൻഡ് വെൽ മെഷേർഡ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്, ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഒന്നും പ്രീ പ്ലാൻഡ് ആയിട്ടും വെൽ മെഷേർഡ് ആയിട്ടുമല്ല സംഭവിക്കുന്നത്. It is essential that we leave some space for free thinking, openness and kindness and love. നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ കുറച്ച് സ്പേസ് നമ്മൾ മാറ്റി വെക്കണം. ഒന്നും പ്രീ പ്ലാൻഡ് ആയിട്ടും വെൽ മെഷേർഡ് ആയിട്ടുമല്ല നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സ്പേസ് മാറ്റി വെച്ചിട്ട് അത് ഫ്രീ തിങ്കിങ്ങിനും ഓപ്പൺനെസ്സിനും കൈൻഡ്നെസ്സിനും ലവിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്പേസ് മാറ്റി വെക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, താങ്ക് യു.